അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ കൊടൈക്കനാൽ പോകാൻ കേട്ടോ. കൊടൈക്കനാൽ പോണ വഴിക്കൽ നല്ല വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരവണ ഭവൻ ഹോട്ടലിൽ വന്ന കേട്ടോ. കൂടുതൽ നമ്മളെ ചെങ്കളുണ്ട്. ഓലാണെങ്കിൽ ഷോയിബിൻ്റെ തള്ളിട്ടിട്ട് പെരിഞ്ചാതി നട്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചായ എത്തിക്കും കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായൻ്റെ ഒരു സ്റ്റൈൽ തന്നെ വേറെ തന്നെയാണ് കേട്ടോ. സാധനം കുറച്ചുള്ളെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിക്കാരം പറഞ്ഞിട്ട് അനസാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. ഓൻ്റെ വർത്തനൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു ഓൻ ഇന്ന് രാവിലെ വന്നാണ് ഇവിടുന്ന് ചായ കുടിച്ചിരുന്നു. സത്യത്തിൽ എന്നോ ഒരു ദിവസം ഓൻ ഇവിടെ വന്ന് ചായ കുടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരുന്നു നമ്മളോട് തള്ളണേ. ഞാനാണെങ്കിൽ ഇത് ചൂടാറ്റി മതിയായിട്ടോ. സത്യത്തിൽ കുറച്ച് ചിന്തി പോയി എന്നല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. സത്യത്തിൽ ചായ കിട്ടിയ സ്ഥിതിക്ക് ചായക്ക് കടി പറഞ്ഞവരെ ഇതിങ്ങനെ ചൂടാറ്റിക്കൊണ്ട് നിൽക്കല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ചായ ഏകദേശം തീരുമാനമായപ്പോഴാണ് ചായ മാത്രം പോരാ കടിയും കൂടിയും വേണമെന്നുള്ള ഒരു ബോധം ഷോയിബിന് വന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഗീ റോസ്റ്റം പറഞ്ഞ് എല്ലാവർക്കും ഒരേ ഭക്ഷണം ആയിക്കോട്ടെ. ഇതാണെങ്കിൽ പപ്പടം പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് കേട്ടോ. ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ ചട്ടിയും സാമ്പാറും കൂടി ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അറ്റാക്ക് തുടങ്ങുകയാണ്. ഇതാ റെഡി 1 2 3 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സ്റ്റാർട്ടാക്കി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. സംഭവം തിന്നുന്ന കാര്യത്തിലായതുകൊണ്ട് ഇവൽക്കൊക്കെ ഉള്ള ഒരുമ ഭയങ്കരമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ യാത്ര പോകുമ്പോൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ തടിക്കും ഓൾറെഡി നല്ല വെജിറ്റേറിയൻ ആണല്ലേ. ഇന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ക്യാമറ കാണുമ്പോൾ ഇവല അഭിനയമാണ് കേട്ടോ. തകർത്ത് അഭിനയിക്കുകയാണ്. എന്തൊരു സ്ലോ മോഷൻ, എന്താ വിലക്ക് ഒരു വിനയം എളിമ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഷോയിബിൻ്റെ മുഖത്തൊക്കെ ഇതൊക്കെ കണ്ട് അങ്ങക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ് അഭിനയിപ്പിക്കുകയാണ്. ഇവലൊക്കെ ഒരു സ്ലോ മോഷന് എന്താ ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേറൊരു കാര്യം പറയട്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന അനവധി ആളുകളുണ്ട്, പക്ഷേ ഫോളോവേഴ്സ് നമുക്ക് കുറവാണ് കേട്ടോ. അതൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ പേജ് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ അടിയിൽ എന്നും വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓരോക്കെ സന്തോഷമുള്ളൂ കേട്ടോ പറയാൻ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുള്ളതുകൊണ്ടാണല്ലോ ഈ വീഡിയോ നാലാൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി ഒരു 4 ക്യാമറമാൻമാരെ വെച്ച് ഫോട്ടോ എടുക്കാൻ കേട്ടോ അനസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.